മൂർത്തി പോലരാവും സഖാവ് എന്ത് ഈ പറഞ്ഞ സത്യമാണോ? ആർ ഡി ഇവിടെ ഇല്ല, ഇപ്പോ പട്ടുവത്തിന് അടുത്തൊരു മീറ്റിംഗിലാണ്. ഞാൻ ഇപ്പൊ തന്നെ ആദ്യം വിവരം അറിയിക്കാം, ഇപ്പൊ തന്നെ. ആ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൂർത്തി സാർ. അതെനിക്ക് മനസ്സിലാകണ്ട. എടോ, ഭട്ടതിരിപ്പാട് ഒന്നും കാണാതെ പറയുന്ന ആളല്ല. പൊളിറ്റിക്കൽ റിവെഞ്ചിന്റെ കൂടെ അല്പം പേഴ്സണൽ റിവെഞ്ച് കൂടെ വിളക്കിച്ചേർത്താൽ എന്ത് കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല, തന്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ ഭട്ടതിരിപ്പാടും കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി, മരിച്ചുപോയ തന്റെ അച്ഛൻ സഹ ഉണ്ണി നായനാർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആർ ഡി കേരളത്തിലേക്ക് പോകണം. ചേട്ടാ, 2 വർഷം മുമ്പ് വരെ താൻ ധരിച്ചിരുന്ന IPS കുപ്പായം ഇത്ര പെട്ടെന്ന് മറന്നുപോയി. കേരള കേഡറിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന രാമദേവ നായനാർ എന്ന IPSകാരനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജോയിൻ ചെയ്ത് 48 മണിക്കൂറിനകം സിറ്റി മുഴുവൻ കിടിലം കൊള്ളിച്ച അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ ഞാൻ മാത്രമല്ല തിരുവനന്തപുരത്തുകാരും മറന്നിട്ടില്ലടോ നായനാരെ. എക്സ്ക്യൂസ് മീ, എനിക്ക് സഖാവ് മൂർത്തിയെ ഒന്ന് കാണണം. സഖാവ് മൂർത്തിയെ കാണാൻ പോലീസ് ഓർക്കസ്ട്രയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണോ വരുന്നത്? ഐ ആം IG കൃഷ്ണമൂർത്തി. സർ, ഞാൻ അറിയാം, താൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ് പോലീസ് വഴിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വഴി. RD നായനാർ അല്ലേ? നമസ്കാരം. നമസ്കാരം. സഹാവ് പറഞ്ഞ ആളിനെ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, നമസ്കാരം. ഉണ്ണിനായനാരുടെ അതേ രൂപം തന്നെയാ തനിക്കും. ഇപ്പോഴും താൻ എഴുതാറുണ്ടോ? എഴുത്ത് നിർത്തിയിട്ടില്ല, എന്നാൽ അങ്ങനെ വലുതായിട്ടൊന്നും. എഴുത്ത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രശ്നം. എന്താ സഹാവേ? ശരിയാണ്, എഴുതിയതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ്. തൻ്റെ ചില കവനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കഴമ്പുണ്ട്, കഴമ്പിന് നല്ല മധുരമുണ്ട്. 10 ഗുണം 10 ഗുണം. 937 സഖാവ് NC ശേഖറും സഖാവ് P കൃഷ്ണപിള്ളയും സഖാവ് K ദാമോദരനും ഞാനും ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത്. അതിൽ ഞാനൊഴിച്ച് മറ്റു 3 പേരും ഇന്നില്ല. 1940 ഞാൻ തൻ്റെ അച്ഛൻ ഉണ്ണിനായനാരെ പരിചയപ്പെടുന്നു. അന്ന് തൊട്ട് ഉണ്ണിയുടെ മരണം വരെ ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരടുപ്പമായിരുന്നു. ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ എന്നതിലുപരി പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത എന്താന്ന് ശരിയ. തൻ്റെ അമ്മ വിളമ്പി തന്നെ ഒരുപാട് ചോറ് ഞാൻ ഉണ്ടിട്ടുണ്ട്. സഖാവ് ജാനകിക്ക് പാർട്ടിയോടും പാർട്ടി തത്വങ്ങളോടുമുള്ള കൂറും വിശ്വാസവും ഉണ്ണിയേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എന്ന് വേണം പറയാൻ. പോലീസുകാരുടെ ഒരുപാട് ഭേദ്യം സഹിച്ചിരിക്കുന്നു രണ്ടുപേരും. അവസാനം അതൊക്കെ ഒരു കാലം. ഇയാളെ മനസ്സിലായോ? ഇല്ല. സഖാ ഉണ്ണിനായനായരുടെ മകൻ രാമദേവൻ. ഉണ്ണിയുടെ മോനാ? ചക്കക്കുരുവിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആള് മിടുക്കനായി പോയി. ചായ വർക്കും ആവാം. വരിക വരിക. ഇവരൊക്കെ തനിക്കറിയോ? സംശയിക്കണ്ട. പഴയ സഖാവ് ഉണ്ണിനായനാരും സഖാവ് ജാനകി നായനാരും, നടുക്കിരിക്കുന്നത് പുതിയ സഖാവ് സാക്ഷാൽ രാമദേവ നായനാരും. തന്നെ കുറിച്ച് ഞാൻ മൂർത്തിന്ന് വേറെ ചിലതൊക്കെ കേട്ടല്ലോ. കണ്ണമ്മേനോന്റെ മോള് ഇന്ദിരാമേനോനുമായുള്ള തന്റെ അൺഒഫീഷ്യൽ റിലേഷൻഷിപ്പ്. അല്ല, അത് പിന്നെ
ഇക്കാര്യത്തിൽ സ്വന്തം പാർട്ടി ഭരണകക്ഷി പ്രതിപക്ഷം അങ്ങനെയൊന്നും ഇല്ലടോ. ഓൾവേസ് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ദാറ്റ്സ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. പക്ഷെ താൻ എഴുതിയതൊക്കെ വായിച്ചപ്പോ തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വികാരം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കമോൺ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സഖാവ്. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. സഖാവ് തന്നതും ഞാൻ കളക്ട് ചെയ്തതുമായ ഇയാളുടെ പാസ്റ്റും പ്രസന്റും ബാക്ക്ഗ്രൗണ്ടും ഒന്നും അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. എവിടേക്കോ ചില ബ്ലാങ്കുകൾ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബ്ലാങ്കുകൾ നിറഞ്ഞതാണ് സാർ എൻ്റെ ജീവിതം. എന്നെ പരിചയപ്പെടുന്നവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ആ ബ്ലാങ്കുകൾ ഫില്ലപ്പ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ ഫില്ലപ്പ് ചെയ്താലും ഞാൻ ഒരു ശരിയായിരിക്കും മൂർത്തി സാർ. മിടുക്കനാ. ഇതാണ് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ഇതുള്ളവനെ ജീവിതത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഒരു പാർട്ടി പ്രവർത്തകന്റെ മനസ്സിൽ നിന്ന് പോലീസുകാരന്റെ മനസ്സിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ആ ദൂരം രാമദേവൻ നടന്നെത്തിയോ എന്ന് എനിക്കറിയില്ല. എത്തിയെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട്. മനസ്സിൽ നിന്ന് ഒരിക്കലും മനുഷ്യത്വം എടുത്ത് കളയാതിരിക്കുക. ഇല്ല, കാക്കി ഇട്ടതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായിട്ടില്ല സാർ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. പിന്നൊരു കാര്യം, സാറല്ല, സഖാവ്, കോമ്രേഡ്. സഖാവ് എന്ന 3 അക്ഷരത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഞാനതിൽ അഭിമാനം കൊള്ളുന്നവനാ. താൻ എന്നെ സഖാവേന്നൊന്ന് വിളിക്കണോ? സഖാവ് ഉണ്ണിനായനാരുടെ മോൻ എന്നെ സഖാവേ എന്ന് വിളിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. എന്റെ ഉണ്ണിയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. സഖാവേ, ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഡിസ്ട്രിക്ട് കളക്ടർക്ക് മാരുതി 1000 പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലേക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ഓർഡർ പാസ് ചെയ്തു. എന്താ കളർ ഇഷ്ടപ്പെട്ടോ? ഇല്ലെങ്കിൽ ഞാൻ സ്വന്തം സിയറ യൂസ് ചെയ്യും. കുറച്ചിൽ സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കുവാ. ഞാനും തന്നെ പോലെ ഒരു നാടിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ പഠിക്കുന്ന കാലത്ത്. IPS സെലക്ഷൻ കിട്ടിയപ്പോ പാർട്ടി വിട്ടു. പിന്നെ എന്റെ ശുക്രൻ ഉദിച്ചു. വിജിലൻസ് IG വരെയായി. സാറ് 964 പാർട്ടി വിട്ടതല്ല. സാറിന്റെ ദുർനടപടിക്ക് പാർട്ടി സാറിനെ പുറത്താക്കി. പുതുമയിലുള്ള സഖാവ് സുഗണൻകുട്ടിയുടെ വിധവയെ പുകയിലപ്പാടത്തിട്ട് വായിൽ കമ്മ്യൂണിസ്റ്റ് പച്ച തിരികെ കയറ്റി. ബാക്കി ഞാൻ പറയണോ സാർ? കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലിട്ട് ഞാൻ സാറിനെ തല്ലി മെതിച്ചിട്ടുണ്ട്. ഈ കൈ കൊണ്ട് ആദ്യം അവസാനമായി ഒരു പോലീസുകാരനെ തല്ലിയത് അങ്ങനെയാ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. IPS തൊപ്പി തലയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ പേര് പാർട്ടി വെട്ടി. ഞാൻ ഇപ്പോഴും പാർട്ടി തന്നെ ഉണ്ട്. ആർട്ടി, വിജിലൻസ് IG ഒന്ന് മാറി നിൽക്കേ. ഓ അല്ലെങ്കിൽ വേണ്ട, ആർട്ടി വരൂ. ഞാൻ അങ്ങോട്ട് ഓ